നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ മുഖ്യപ്രതി പിടിയിലായത് കോളേജിലെ വിദ്യാർത്ഥി അനുരാജ്. കഞ്ചാവ് എത്തിച്ചത് അനുരാജിന്റെ നേതൃത്വത്തിലെന്ന് പോലീസ്. അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കഞ്ചാവിന്റെ ഉറവിടം ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. കൈക്കൂലി കേസിൽ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGMന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപം. വീട്ടിൽ നിന്നും നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് കണ്ടെത്തി. അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്നും മദ്യക്കുപ്പികളും കണ്ടെത്തി. IOC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയാണ് ഗ്യാസ് ഏജൻസി ഉടമയെ ഭീഷണിപ്പെടുത്തി 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അലക്സ് മാത്യു വിജിലൻസ് പിടിയിലായത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ ലഹരി കേസിൽ കുടുക്കിയ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. സംഘം ഇന്ന് ഷീല സണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തി. ഷീലയുടെ മകൻ സംഗീതിനെ നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കേസിലെ മുഖ്യപ്രതി തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഒളിവിലാണ്. നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കടുവ മാറി. കടുവ കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് വനം വകുപ്പ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിക്കുന്നു. ഏറെ റിസ്ക്കുള്ള ദൗത്യമാണെന്നാണ് AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. എങ്കിലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും മനുഷ്യജീവനും സംരക്ഷിക്കണം, വന്യജീവിയെയും സംരക്ഷിക്കണം എന്ന 2 ദൗത്യങ്ങളാണ് ഒരേ സമയം ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകൾ നടത്തുന്ന സമരത്തിനെതിരെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കിഫയുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മലയോര മേഖലയിൽ സ്വാധീനമുണ്ടാക്കാനാണ് സംഘടനകളുടെ ശ്രമമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തോമസ് കെ തോമസ് MLA NCP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റുവെങ്കിലും പുനഃസംഘടന വൈകും. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളുടെ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അജയ്കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശം. പോലീസിന് താക്കീതുമായി മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കിയവരുമായി കൂട്ടുകൂടരുതെന്ന് മുഖ്യമന്ത്രി. അടുത്ത കാലത്ത് ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരത്ത് നടന്ന സബ് ഇൻസ്പെക്ടർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 35-ാം ദിവസം. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കം വകവയ്ക്കാതെ ആശാമാർ. നാളത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ടു പോകും. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ ധർണ സംഘടിപ്പിക്കും. ഈ മാസം 17-ന് വൈകിട്ട് തൃശൂർ കോർപ്പറേഷന് മുമ്പിലാണ് ധർണ സംഘടിപ്പിക്കുകയെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മയക്കുമരുന്ന് വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. രാജ്യത്ത് നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ പോരാടിയ മഹാത്മാഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകൻ വരെ പോരാടേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച തട്ടുകടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. കാവിൽ കടവ് തോടിന് സമീപം സ്ഥാപിച്ച തട്ടുകടകളാണ് നീക്കം ചെയ്തത്. നഗരസഭാ വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത കടകളാണ് പൊളിച്ചു നീക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു തട്ടുകടകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്.
ഇടുക്കി കുറുത്തിക്കുടിക്ക് സമീപം കാട്ടാനാക്രമണത്തിൽ ആശാവർക്കർക്കും ഭർത്താവിനും പരിക്ക്. ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് പെരുമ്പൻകുത്ത് കുറത്തിക്കുടി റോഡിൽ പ്ലാങ്കലിന് സമീപം വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം. കണ്ണൂർ കോളയാട് പഞ്ചായത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പശുക്കൾ ചത്തു. ക്ഷീരകർഷകനായ വിവേകിന്റെ പശുക്കളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. വീടിനടുത്തുള്ള വയലിൽ കെട്ടിയിരുന്ന പശുക്കളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കണ്ണൂർ ഇരിട്ടി പുന്നാടിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഉളിയിൽ സ്വദേശിയായ ഫൈജാസ് ആണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ കുടുങ്ങിപ്പോയ യുവാവിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. പാലക്കാട് അട്ടപ്പാടിയിൽ എലിവിഷം അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശി ലിതിൻ ജോ മറിയ ദമ്പതികളുടെ മകൾ നെഹ റോസാണ് മരിച്ചത്. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഉപയോഗിച്ച് കുഞ്ഞ് പല്ല് തേക്കുകയായിരുന്നു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഫെബ്രുവരി 21-നായിരുന്നു സംഭവം. മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർക്കാട് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. KSRTC ബസ്സും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണാർക്കാട് ഐരിയൂർ സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് മുക്കത്ത് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു. പരിക്കേറ്റവരെ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും മുഖത്തുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെയും സ്കൂട്ടറിന്റെയും മുൻവശം തകർന്നു. കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൊന്നാങ്കയം സ്വദേശി അജയ് ഷിബു ആണ് മരിച്ചത്. കമ്പൈൻ സ്റ്റഡിക്കായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അജയ് ഷിബു. ഇതിനിടെ സുഹൃത്തുക്കളുമായി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ അജയ് ഷിബു മുങ്ങി മരിക്കും. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസിൽ അന്വേഷണം മലയാളികളിലേക്കും നീങ്ങുന്നു. കേസിൽ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത ടാൻസാനിയൻ യുവതിയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ടാൻസാനിയക്കാരായ 2 പ്രതികൾക്കുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം അടുത്ത ദിവസം നൽകും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അമിത വേഗതയിൽ വന്ന കാർ മതിലിടിച്ച് തല കീഴായി മറിഞ്ഞു. അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. വാഹനം ഓടിച്ചിരുന്നത് സൈനികൻ ഹിറോഷ് ആണെന്ന് പോലീസ് പറഞ്ഞു. വാഹനത്തിൽ നിന്ന് കഞ്ചാവ് പൊതിയും കണ്ടെടുത്തു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തു. തൃശൂർ കൊരട്ടിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് പിടിയിലായത്. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറിൽ സൂക്ഷിച്ച 4000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കരുവാരക്കുണ്ട് പോലീസ് പിടികൂടി. സംഭവത്തിൽ ഒളിവിൽ പോയ കാർ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചി എളമക്കര സ്റ്റേഷനിലെ രാത്രികാല പട്രോളിംഗ് പാർട്ടിയെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. ലക്ഷദ്വീപ് സ്വദേശി ഹമീം ത്വയാബിയാണ് അറസ്റ്റിലായത്. നൈറ്റ് പട്രോളിംഗ് നടത്തിയ SI കൃഷ്ണകുമാർ, SCPO ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന് കേടുപാട് വരുത്തിയതിനുമാണ് അറസ്റ്റ്. മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMA-യുമായി മൂന്നാക്കൽ പള്ളി റോഡ് സ്വദേശി സുഹൈൽ പിടിയിൽ. 7 ഗ്രാം MDMA-യുമായാണ് വളാഞ്ചേരി പോലീസ് ഇയാളെ പിടികൂടിയത്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നദാഫി, മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കട നടത്തി വരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബന്ധു തട്ടിക്കൊണ്ടുപോയതാണെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ യുവാവാണ് തട്ടിക്കൊണ്ടുപോകലിന് പിറകെ. പെൺകുട്ടിയെയും പ്രതിയെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി. ഇക്കഴിഞ്ഞ 11-നാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പെൺകുട്ടിയെ കാണാതായത്.
തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാട്സപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം സ്വദേശി ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. ഷാഹുലിന്റെ ഫോണിലേക്ക് ബാങ്കിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സപ്പ് സന്ദേശം വന്നിരുന്നു. ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ സന്ദേശം തുറന്നു നോക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു. മലപ്പുറം കാട്ടുങ്ങലിൽ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 പേരെ പിടികൂടി. ജ്വല്ലറികളിൽ വിൽപ്പന നടത്താനുള്ള സ്വർണവുമായി സ്കൂട്ടറിൽ പോയ ശിവേഷ്, സുകുമാരൻ എന്നിവരെ മറ്റൊരു ബൈക്കിലെത്തിയ 2-അംഗ സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെന്നാണ് കേസ്. സംഭവത്തിൽ പരാതിക്കാരനായ ശിവേഷിനും ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. നിലവിൽ പോലീസ് ശിവേഷിനെയും സുഹൃത്ത് ബെൻസിനെയും ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ചയിൽ ബെൻസിന്റെ സുഹൃത്തിനും പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 35 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 404 ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. താമരശ്ശേരി സ്വദേശി അബ്ദുൾ അസീസാണ് പിടിയിലായത്. ഈന്തപ്പഴത്തിന്റെ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചാണ് വിദേശത്തു നിന്നെത്തിയ ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. ഇടുക്കി അടിമാലിക്ക് സമീപം പീച്ചാടിൽ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. മാമലക്കണ്ടം സ്വദേശി മുത്തു, ഉപ്പതോട് സ്വദേശി വിനീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി സ്വദേശിയായ ഓട്ടക്കൽ ഷാജഹാന്റെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടന്നത്. ഒൻപത് മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂട്ടൺ ദൗത്യ സംഘത്തിന്റെ ആദ്യഘട്ടം വിജയം. സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് ഹാച്ചിംഗ് പൂർത്തിയാക്കിയ ശേഷം സുനിത വില്യംസ് അടക്കമുള്ളവരുടെ മടക്കം ബുധനാഴ്ച. നീലഗിരിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് നിയന്ത്രണം. പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കും അവശ്യ സർവീസുകൾക്കും നിയന്ത്രണം ബാധകമല്ല. കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയും ടൂറിസം നിലവാരത്തെയും പ്രദേശവാസികളുടെ ജീവിതത്തെയും ബാധിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ ആശുപത്രി വിട്ടു. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ 7 മണിയോടെയാണ് റഹ്മാനെ ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹം ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ECG, എക്കോ കാർഡിയോഗ്രാം അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ നിർദ്ദേശപ്രകാരം വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവ് പോലീസ് വലയിലാകും മുൻപ് കടക്കാൻ ശ്രമിച്ചത് ഗോവയിലേക്ക്. ഗോവയിലുള്ള സുഹൃത്തായ റഷ്യൻ പൗരന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. ഇയാൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഹോളി ആഘോഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ RJD നേതാവ് തേജ് പ്രതാപ് യാദവ്. പട്നയിലെ വസതിയിൽ നടന്ന ഹോളി ആഘോഷത്തിനിടെയാണ് സംഭവം. നൃത്തം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്നും തേജ് പ്രതാപ് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നതും തുടർന്ന് ഉദ്യോഗസ്ഥൻ നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം. മൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായി ഏറ്റവും ശുദ്ധമായ വായു ശ്വസിച്ച് ഡൽഹി. ശനിയാഴ്ച വായു ഗുണനിലവാര സൂചികയിൽ 85 രേഖപ്പെടുത്തി. ജനുവരി മുതൽ മാർച്ച് പകുതി വരെയുള്ള കാലയളവിലെ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2025 ആദ്യമായാണ് തൃപ്തികരമായ IQA രേഖപ്പെടുത്തുന്നതെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ പറഞ്ഞു. സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ നടി രണ്യ റാവു DRI ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി രംഗത്ത്. താൻ നിരപരാധിയാണെന്നും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നും നടി DRI അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചു. ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്നും ഭക്ഷണം നൽകിയില്ലെന്നും വെള്ളക്കടലാസിൽ നിർബന്ധിച്ച് ഒപ്പിടിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിഭാഷകരുടെ ഉപദേശപ്രകാരമാണ് രണ്യയുടെ പരാതി. അതിനിടെ രണ്യയുടെ കൂട്ടുപ്രതി തരുൺ രാജു തെലുങ്ക് സിനിമാ നടനാണെന്ന വിവരം പുറത്തുവന്നു. 12.5 കോടിയുടെ സ്വർണം കടത്തിയ കേസിലാണ് രണ്യ പിടിയിലായത്. യമനിലെ ഹൂതി താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും ട്രംപ്.
സ്പേസ് എക്സിന്റെ ചൊവ്വ ദൗത്യം 2026 അവസാനത്തോടെയെന്ന് ഇലോൺ മസ്ക്. ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടും സ്റ്റാർഷിപ്പ് എന്ന ബഹിരാകാശ വാഹനത്തിലുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാൻഡിംഗ് വിജയകരമായാൽ 2029 മനുഷ്യരെ ചൊവ്വയിൽ ഇറക്കാനായേക്കുമെന്നും മസ്ക് എക്സിൽ കുറിച്ചു. വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 9 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയ പട്ടണത്തിൽ ഇന്നലെയുണ്ടായ 2 ആക്രമണങ്ങളിലാണ് 9 പേർ കൊല്ലപ്പെട്ടത്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം തടഞ്ഞുള്ള ഇസ്രായേൽ ഉപരോധം 3-ാം ആഴ്ചയിലും തുടരുകയാണ്. അതിവേഗ വാർത്തയിൽ ഇനിയൊരിടവേള. അതിവേഗ വാർത്ത തുടരുന്നു. സുരക്ഷ മുൻനിർത്തി 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ US ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഈ രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചായിരിക്കും വിലക്ക് ഏർപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാ വിലക്ക് US-ൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും ദോഷകരമായി ബാധിക്കും. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ലോകമെമ്പാടും വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. മസ്കിന്റെ ആസ്തിയിൽ $120 ബില്യൺ ഗണ്യമായ ഇടിവ് നേരിട്ടുവെന്നും റിപ്പോർട്ട്. ബഹിരാകാശ പരിവേഷണ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് UAE-യുടെ കൃത്രിമ ഉപഗ്രഹമായ ഇത്തിഹാദ് സാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. US-ലെ കാലിഫോർണിയ വാർഡൻബർഗ് സ്പേസ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് റഡാർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. UAE ഈ വർഷം വിജയകരമായി വിക്ഷേപിക്കുന്ന 2ാമത്തെ ഉപഗ്രഹമാണ് ഇത്തിഹാദ് സാറ്റ്. പവർ ബാങ്ക് ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സിംഗപ്പൂർ എയർലൈൻസ്. യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയാണ് കമ്പനി. ഏപ്രിൽ 1 മുതൽ ഈ നിബന്ധന പ്രാബല്യത്തിൽ വരും. വിമാനത്തിലെ USB പോർട്ടുകൾ ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തും. ഹാൻഡ് ബാഗേജിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ടായിരിക്കില്ല. മലപ്പുറം കാങ്കപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും 2ാം ഘട്ട യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് 102 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹോപ്പ് കൂട്ടായ്മയുടെ ജീവൻ രക്ഷാ അവാർഡ് കോഴിക്കോട് ഉള്ളിയേരിയിലെ സാമൂഹ്യ പ്രവർത്തകൻ അരുൺ നമ്പ്യാട്ടിലിന് സമ്മാനിച്ചു. രക്തദാനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അരുൺ. യുവജനക്ഷേമ വളണ്ടിയർ, റെഡ് ക്രോസ് വളണ്ടിയർ, ആപത് മിത്ര വളണ്ടിയർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് അരുണിന് ജീവൻ രക്ഷാ അവാർഡ് ലഭിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്തിനോട് നഗരസഭ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശുചീകരണ യജ്ഞം നടത്തി. വാർഡ് കൗൺസിലർ TS സജീവന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. നിരവധി തവണ വാർഡ് സഭകളിലും വികസന സെമിനാറുകളിലും കൗൺസിലിലും ഉന്നയിച്ചിട്ടും നവീകരണത്തിന് നഗരസഭ നടപടി സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൗൺസിലർ TS സജീവൻ ആരോപിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ JCA-യുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധിജി ചെങ്ങന്നൂർ സന്ദർശിച്ചതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. JCA ചെങ്ങന്നൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു മനോഹർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിസ്വ KMCC കമ്മിറ്റി എല്ലാ വർഷവും നടത്തിവരാറുള്ള മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫർക്ക് മജ്ലിസിൽ വെച്ച് നടത്തി. 2000-ൽ പരം സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിവിധ മത രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു.
തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന റംദാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഇഫ്താർ കിറ്റും സാമ്പത്തിക സഹായവും മുണ്ടത്ര ഷഹീറിന്റെ കുടുംബത്തിന് കൈമാറി. ആദ്യഘട്ടത്തിൽ കിടപ്പ് രോഗികൾക്കാണ് മുൻഗണന. ഗുരുവായൂർ ഉത്സവത്തിന്റെ 6ാം ദിവസത്തെ കാഴ്ച ശിവേലി മേളത്തിലെ സവിശേഷ ചടങ്ങായ വകകൊട്ടൽ ശ്രദ്ധേയമായി. വടക്കേ നടയിൽ പഞ്ചാരി മേളം അടന്തയിലേക്ക് മാറുമ്പോഴായിരുന്നു മേള പ്രാഗൽഭ്യം തെളിയിക്കുന്ന വകകൊട്ടൽ. മേള പ്രമാണിമാർക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉപഹാരം. കൊല്ലം പത്തനാപുരം ചേകം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച നടന്നു. 4 കരകളിൽ നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ കെട്ടുകാഴ്ച സമാപിച്ചു. മലപ്പുറം പൊന്നാനി കണ്ടക്കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൂത്തുകുറയിട്ടു. മാർച്ച് 25-നാണ് മഹോത്സവം നടക്കുന്നത്. ബ്രഹ്മശ്രീ കൽപ്പുഴ മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പൂജാതി കർമ്മങ്ങളോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ കൊടിയേറ്റൽ ചടങ്ങിന് ഇന്നലെ തുടക്കം കുറിച്ചത്. മലപ്പുറത്ത് LDF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10-ന് BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിലെ സമീപനങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലെ സെന്ററുകളുടെ ഉദ്ഘാടനം വിവിധ കേന്ദ്രങ്ങളിൽ MLAമാർ, ജില്ലാ കളക്ടർ, നഗരസഭാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ എത്തുന്നവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുക എന്നതാണ് സെന്ററുകളുടെ മുഖ്യ ലക്ഷ്യം. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മുട്ടക്കോഴി വിതരണം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. സുവർണ, ഗ്രാമപ്രിയ എന്നീ ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് 1000 ഗുണഭോക്താക്കൾക്കായി ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. 6 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു. രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായി ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത്. മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ദീപജ്വാല ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് LP സ്കൂളിൽ ശതപൂർണിമ 2025 സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ പ്രീ പ്രൈമറി ക്ലാസ് റൂം ശിലാസ്ഥാപനവും ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതിയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം അരുവിക്കര MLA G സ്റ്റീഫൻ നിർവഹിച്ചു. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആര്യനാട് പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് പട്ടഞ്ചേരിയിൽ ജൂനിയർ അണ്ടർ 60 കിലോ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട R അഭിരാം രാജേന്ദ്രനെ ആദരിച്ചു. 12ാം വാർഡിന്റെ കൂട്ടായ്മയാണ് ആദരിച്ചത്. ആദരവ് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ളതും ശാസ്ത്രീയവുമായ ഡ്രൈവിംഗ് പരിശീലനം ലഭ്യമാക്കുകയാണ് പരിശീലന കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. SC/ST വിഭാഗത്തിന് പരിശീലനത്തിൽ 20% ഫീസ് ഇളവുണ്ട്. ജസൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം റാസയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. ജസൻ ജോസഫ്, കൈലാഷ്, മിഥുൻ നളിനി, ജാനകി ജീത്തു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഹുസൈൻ അബ്ദുൾ ഷുക്കൂറാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ആനിമേഷൻ ആൻഡ് ലൈവ് ആക്ഷൻ സിനിമയായ ലൗലിയുടെ ഒഫീഷ്യൽ വീഡിയോ ഗാനം റിലീസായി. സുഹേൽ കോയ എഴുതിയ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് KS ഹരിശങ്കർ, വിഷ്ണു വിജയ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. ഏപ്രിൽ 4-ന് പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിൽ യുവതാരം മാത്യു തോമസ് ആണ് നായകൻ.
എമ്പുരാന്റെ റിലീസ് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങിയതായി ഔദ്യോഗിക പ്രഖ്യാപനം. അപ്ഡേറ്റുകൾ ഒന്നുമില്ലാതിരുന്ന 2 ആഴ്ചകൾക്ക് ശേഷം ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് ചിത്രവുമായി സഹകരിക്കുകയാണെന്ന് അണിയപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ ഔദ്യോഗികമായി അറിയിച്ചു. പുതിയ പോസ്റ്ററിനൊപ്പമാണ് പ്രഖ്യാപനം. ചിത്രം മാർച്ച് 27-ന് ആഗോള റിലീസായിരുന്നു. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.